ഈ കലിയുഗത്തിന് നാഥനായിട്ടുള്ള രാഹു എന്ന് പറഞ്ഞ ആൾ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അസുരനാണ്. അത് പണ്ട് പാലാഴി മദന സമയത്ത് അസുരന്മാർക്കും ദേവന്മാർക്കും ഒപ്പം പിടിച്ച് കടഞ്ഞാൽ മാത്രമേ അമൃത് കിട്ടുള്ളൂ. അപ്പോൾ അവരവരെ ഒരു ടേംസൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്കും പകുതി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അസുരന്മാർക്ക് ശരിക്കും ദേവന്മാർ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, അസുരന്മാർ എത്ര വന്നാലും ദേവന്മാരെ പോലെ അടങ്ങി ഒതുങ്ങി ധർമ്മത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അവർക്ക് അമൃതം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അപ്പോൾ അമൃത അത്രയും ശ്രേഷ്ഠമായ സംഗതിയാണ്. അത് ഒരു അനാവശ്യമായൊരു കയ്യിലേക്ക് പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത്, ഇത് കിട്ടുന്നവരെ നയത്തിലൊക്കെ നിന്നതിന് ശേഷം ഇവർ അസുരന്മാർ അത് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും മോഹിനി വേഷത്തിൽ ചെന്ന് ഭഗവാൻ അത് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് ദേവന്മാരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് ഇതെല്ലാം അപ്പോൾ മോഹിനി പറഞ്ഞിട്ടാണ്, മോഹിനി ഇവരെ പറ്റിക്കുകയാണ് ചെയ്തത് അസുരന്മാരെ. നല്ല സുന്ദരി രൂപത്തിൽ വന്നിട്ട് പറയും, ഈ അമൃതകുംഭം ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഭയങ്കര, അസുരന്മാർക്ക് സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങളോടൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ മോഹിനിയായൊരു സ്ത്രീ ഇങ്ങനെ സൗന്ദര്യവതി വന്ന് നിന്നപ്പോഴത്തേക്ക് ഇവർ സമ്മതിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു, ഏറ്റവും അവസാനം കണ്ണ് തുറക്കുന്ന ആൾക്ക് ഞാൻ അയാളുടെ ആകും എന്ന് പറഞ്ഞു, അയാളെ ഞാൻ വരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആരും പെട്ടെന്ന് കണ്ണ് തുറക്കൂലല്ലോ, എല്ലാവർക്കും മോഹിനിയെ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാവരും അങ്ങനെ ഡീപ്പായിട്ട് കണ്ണടച്ചിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഇതുമായിട്ട് അമൃതുമായിട്ട് തിരിച്ചു വന്നു. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാകണത് പതുക്കെ നമ്മളെ പറ്റിച്ചതാണ്. അപ്പോൾ എല്ലാ അസുരന്മാരും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ അതിന് സേനാനാഥനായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ പുള്ളി എന്ത് വിചാരിച്ച്, ഇതങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, അവർ നമ്മളെ പറ്റിച്ചെങ്കിൽ നമുക്കും പറ്റിക്കണമെന്നുള്ള ധാരണയിൽ പുള്ളി പോയിട്ട് സച്ചികേ എന്ന് പറയുന്ന ഒരു അസുരൻ, അത് സേനാനായകനാണ് അസുരൻ, ഈ അസുരന്മാരുടെ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി വേറെ വേഷം മാറി ദേവനെ പോലെയായി നല്ലൊരു സാത്വികനായ ബ്രാഹ്മണൻ്റെ വേഷം എടുത്തിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് ഈ സൂര്യചന്ദ്രന്മാരാണ് കാവൽ നിന്നത്. മറ്റാരും അസുരന്മാർ കയറി വരാൻ പാടില്ലല്ലോ, അവരെ പറ്റിച്ചിട്ടല്ലേ. അപ്പം ഇവർ കഴിച്ച് തീരുന്നവരെ കാവൽ നിന്നത് സൂര്യനും ചന്ദ്രനുമാണ്. പക്ഷേ സൂര്യൻ ഇത് എല്ലാം വിളമ്പുന്നവരെ ദേവന്മാർ അറിഞ്ഞില്ല ഇത് അസുരനാണ്, വേഷം മാറി വന്നതാണെന്നറിയാതെ വിളമ്പി അതിങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി വായിൽ വെച്ച സമയത്താണ് സൂര്യനും ചന്ദ്രനും സംശയം തോന്നിയത്, എന്തോ പെശകാണ്, ഇത് അസുരനാണ്. അവർക്കൊരു ഡൗട്ട് അടിച്ചു. അങ്ങനെ അവർ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് ഭഗവാൻ ഈ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വായിലേക്ക് പോയി അമൃത്, പക്ഷേ ഉള്ളിലേക്ക് അത് ഫുള്ളായിട്ട് എത്തിയുമില്ല. അപ്പോൾ ആ സമയത്ത് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അസുരൻ രണ്ടായിപ്പോയി. അങ്ങനെയാണ് ആ രണ്ടായതിൻ്റെ തലഭാഗമാണ് രാഹു. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.